ഹായ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഇൻ എ ഡബ്ല്യു എസ് ആണ്. സ്റ്റോറേജ് ഇന്നത്തെ കാലത്ത് വളരെ അത്യാവശ്യമുള്ള സംഗതിയാണെന്നറിയാം. സോ എന്തൊക്കെ തരത്തിലുള്ള സ്റ്റോറേജുകളാണ് എ ഡബ്ല്യു എസ് എന്ന ക്ലൗഡ് പ്രൊവൈഡർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് നോക്കാം. ഒന്നാമതായി S3 ബക്കറ്റ്. സോ S3 കൺസിഡർ ചെയ്യുമ്പോൾ അതൊരു ഒബ്ജക്റ്റ് സ്റ്റോറേജ് ആണ്. ഒരു ഒബ്ജക്റ്റ് സ്റ്റോറേജിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളൊരു ബക്കറ്റ് കൺസിഡർ ചെയ്യുക, അതിനകത്ത് നമുക്ക് എല്ലാ തരത്തിലുള്ള ബാക്കപ്പുകളും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്ക് ബാക്കപ്പുകളാകാം, ലോഗ്സ് ആകാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡേറ്റകളാകാം. ഇതെല്ലാം ഒബ്ജക്റ്റ് ബേസ് ചെയ്ത് നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും S3 ബക്കറ്റിനകത്ത്. സോ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇത് ഹൈലി സ്കെയിലബിൾ ആണ്, കോസ്റ്റും കുറവാണ്. ഇനിയും രണ്ടാമത് ഒരു സ്റ്റോറേജ് ടൈപ്പാണ് EBS എന്ന് പറയുന്നത്. EBS ജനറലി നമുക്ക് ഒരു EC2 ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ അതൊരു സെർവറാകും. ആ സെർവറിലേക്ക് നമുക്ക് ഒരു ഹാർഡ് ഡിസ്ക് അറ്റാച്ച് ചെയ്യുന്നു. ആ സ്റ്റോറേജ് ടൈപ്പ് നമുക്ക് EBS എന്ന് പറയാം. സോ അങ്ങനെയുള്ളത് സ്റ്റോറേജിനെ EBS എന്ന് പറയുമ്പോൾ, ഈ FS എന്ന് പറയുന്ന സ്റ്റോറേജാണ് നമുക്ക് മൾട്ടിപ്പിൾ സെർവേഴ്സ് ഉണ്ടെങ്കിൽ ആ മൾട്ടിപ്പിൾ സെർവേഴ്സിനെ നമുക്ക് ഒരു സ്റ്റോറേജിലേക്ക് അറ്റാച്ച് ചെയ്യണമെങ്കിൽ, ഒരു സ്റ്റോറേജ് അത് ഫയൽ ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഷെയറിംഗ് ഒക്കെ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഈ FS യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നെക്സ്റ്റ് ടൈപ്പാണ് ഗ്ലേഷ്യർ. ഇപ്പോൾ നമുക്ക് നമ്മുടെ ഡേറ്റാസ് സ്റ്റോർ ചെയ്ത് വെക്കണം, അത് നമ്മൾ ഫ്രീക്വൻ്റ്ലി ഒന്നും ഉപയോഗിക്കുന്നില്ല, അത് നമുക്ക് വലിയ പെട്ടെന്ന് അതിനെ റിക്കവർ ചെയ്തെടുക്കേണ്ട, അത് നമുക്ക് ഒരു ആർക്കൈവലായിട്ട് സൂക്ഷിക്കണം. അങ്ങനെയുള്ള കേസിൽ നമുക്ക് ഗ്ലേഷ്യർ ഉപയോഗിക്കാം. ഗ്ലേഷ്യർ വളരെ കോസ്റ്റ് കുറവും, അതുപോലെ തന്നെ നമുക്ക് ധാരാളം ഡേറ്റാസ് അതിനകത്ത് സ്റ്റോർ ചെയ്യാനും പറ്റും. സോ ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്റ്റോറേജ് ഉള്ളത്. സോ ഫോർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. I will reply to that. Thank you.